ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് റിയൽ ബോയ്സ് ബ്ലോഗ്. അപ്പോൾ അവിടെ ഇന്നത്തെ പരിപാടി തേങ്ങാപ്പാൽ ചെടുത്ത പോത്തിറച്ചി കറി കിഴിപ്പുട്ടുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ പോത്ത് കറിയും വാഴയില കിഴിപ്പുട്ടുമാണ്. ആദ്യം നമ്മൾ ബീഫ് ഇതിനകത്തിട്ടൊന്ന് പുരട്ടിയെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് കുക്കറിൽ ഒരു 5 വിസിൽ കേട്ട് വേവിച്ചെടുത്തിട്ട് വേണം ബാക്കി നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മിക്സ് ആക്കാൻ വേണ്ടിയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി ചില്ലിയ. അടുത്തൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമ്മൾ കുറച്ച് ഉള്ളിയും കൂടി ഇതിനകത്ത് ഇടുക. കൊച്ചുള്ളി സവാള, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് നമ്മൾ വീട്ടിൽ വറുത്ത് തന്നെ പൊടിച്ച മസാലയാണ്, അത് കുറച്ചിടുക. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ കിഴിപ്പുട്ട് റെഡിയാക്കാൻ പോവാണ്. അതിപ്പോൾ ഇഡ്ഡലിക്കുട്ടം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തട്ട് നമ്മൾ വെച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ 2 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, മിക്സാക്കി വെച്ചേക്കാണ്. ഇതിനെ നമ്മൾ വാഴയിലേക്കകത്തോട്ട് റെഡിയാക്കുക. അതായത് ഒരു ചിരട്ട എടുക്കുക. ചിരട്ട എടുത്തിട്ട് നമ്മൾ ചിരട്ടയ്ക്കകത്ത് അടിയിൽ കുറച്ച് തേങ്ങാപ്പീര ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ തേങ്ങ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മാവ് ചിരട്ടയ്ക്കകത്ത് നിറയ്ക്കുക. നിറച്ച് നല്ല സൈസ് ചട്ടം കൊണ്ട് വെച്ചിട്ട് അടിച്ചിട്ട് മടക്കി കിഴിയാക്കുക. കിഴിയാക്കിയിട്ട് വള്ളി വെച്ച് നല്ല കിഴിയാക്കി എടുക്കുക. കിഴിയാക്കിയിട്ട് നമ്മൾ ഇഡ്ഡലിക്കുട്ടത്തിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത വീണ്ടും പട അങ്ങോട്ട് തട്ടുക. അടുത്ത വീണ്ടും തേങ്ങ എടുക്കുകയാണ്. ഇനി നമ്മളെ തീ എത്തിക്കാൻ വേണേ. നമ്മൾ അടുപ്പ് കയറ്റാൻ പോയാണ്. തീ അങ്ങോട്ട് കത്തിക്കാൻ പോകുന്നു. തീ കത്തിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കാവും. കുറച്ച് ചെറുവിള ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. നേരത്തെ മറ്റേ നമ്മൾ കുക്കറിനകത്ത് അടിച്ചതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചിട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുക്കറിനകത്ത് ആഡ് ചെയ്തതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കിഴിപ്പുട്ടിൻ്റെ സാധനം ഇവിടെ ഇഡ്ഡലിക്കുട്ടത്തിൽ കയറ്റി വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. അപ്പോൾ നമ്മുടെ കിഴിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഫസ്റ്റിലത്തെ
എടുക്കുവാണ്. ആദ്യം നമ്മൾ കുറച്ച് കരിവേപ്പിലോട് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടും കൂടെ അങ്ങ് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടി കൊടുക്കാം. നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും. കുറച്ച് മല്ലിപ്പൊടി, പോത്തിറച്ചി നമ്മളിനി മസാല പൊടി, ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മതി, അത് ഉപ്പിട്ട് വേവിച്ചായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൊടുത്താൽ മതി. ഇനി കുറച്ച് ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പോത്തിറച്ചിക്കുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. 1 പാലാണ്, 1 കപ്പ് ഒഴിച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വറ്റി വരും, എന്നിട്ട് നമുക്ക് ഇറക്കാം. അപ്പോൾ നമ്മുടെ കിഴിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തട്ടാം. നമ്മുടെ പോത്ത് കറി വേണം നമുക്ക് കഴിക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കട്ടനുള്ള ഒരു ഇതാണ്. ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ കൊച്ചൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഞങ്ങൾ വേഗം വരും.